സുപ്രീം കോടതി വിധി നടപ്പാക്കാത്തതിൽ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഓർത്തഡോക്സ് സഭ. കോടതി ഇടപെടൽ ഉണ്ടായിട്ടും സർക്കാർ പഴയ നാടകങ്ങൾ ആവർത്തിക്കുകയാണെന്ന് കോട്ടയം ഭദ്രാസനാധിപൻ യൂഹന്നോൻ മാർ ദിയോസ്കോറസ്. നിർദ്ദേശങ്ങളുമായി മുഖ്യമന്ത്രി അടക്കം സമീപിച്ചിട്ടും മറുപടി ലഭിച്ചിട്ടില്ല. വിധി നടപ്പാക്കുന്നതിൽ സർക്കാർ അനാവശ്യ കാലതാമസമാണ് ഉണ്ടാക്കുന്നതെന്നും സർക്കാർ യാക്കോബായ സഭയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണെന്നും യൂഹന്നോൻ മാർ ദിയോസ്കോറസ് കുറ്റപ്പെടുത്തി. പള്ളിത്തർക്കം ഞങ്ങൾ 1-2 ആഴ്ച മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു. അതേ അവസ്ഥ തന്നെ തുടരുകയാണ്. വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടും പഴയ നാടകങ്ങൾ തന്നെ ആവർത്തിച്ച ഒരു രീതിയാണ് കാണുന്നത്. സർക്കാർ എന്തോ കാരണത്താൽ അതിങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ്. ഞങ്ങൾ 2 സഭകളെന്ന് ഒരിക്കലും ഞങ്ങൾ ഔദ്യോഗികമായിട്ട് പറയാറില്ല. ഒരു സഭയിൽ 2 വിഭാഗങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടാകുമ്പോൾ ആ തർക്കത്തിൽ ഒരു സ്ഥലത്ത് ചെന്ന് അവർക്ക് അനുകൂലമായ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നത് പല വേദികളിൽ അത് കാണുവാനിടയായി. ഒരാൾ മാത്രം, മുഖ്യമന്ത്രി മാത്രമല്ലല്ലോ, വേറെ പലരും അങ്ങനെ പറഞ്ഞവരുണ്ട്. വിഷയങ്ങൾ അതിൻ്റെ ഗൗരവത്തിൽ പഠിക്കുന്നില്ലേ, അതോ വെറുതെ ഒരു കൂട്ടരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണോ എന്ന ഒരു തോന്നൽ നമുക്കുണ്ടാകും. പോലീസ് പോലും വിചാരിച്ചിട്ട് നടപ്പിലാകുന്നില്ല എന്നാണ് അവർ പറയുന്നത്. പള്ളിയുടെ മുൻവശത്തെ ഗേറ്റടച്ചിട്ട് പോലീസ് വന്ന് നിന്നിട്ട് പള്ളിയുടെ പുറകിൽ കൂടെ ആളിനെ അകത്ത് കയറ്റിയിട്ട് നാടകം കളിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് കോടതി നടപ്പിലാകുന്നത്? ഞങ്ങൾ ഇന്നാർക്ക് വോട്ട് ചെയ്യുമെന്ന് പണ്ടും പറഞ്ഞിട്ടില്ല, ഇപ്പോഴും പറയത്തില്ല. ഞങ്ങൾ LDF പിന്താങ്ങുന്നു എന്ന് പറഞ്ഞവരുടെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അപ്പോൾ ആര് പിന്താങ്ങുമെന്ന് പറഞ്ഞോ, ജനം പക്ഷേ പിന്താങ്ങിയില്ല എന്നുള്ളത് അവിടുത്തെ ഓരോ ബൂത്ത് തല വോട്ടിങ്ങും നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാകും. വിവരങ്ങളുമായി സുനിഷ അയ്യല്ലൂർ നമുക്കൊപ്പം ചേരുന്നു. സുനിഷ, വെരി ഗുഡ് മോർണിംഗ്. കടുത്ത വിമർശനമാണ് സർക്കാരിനെതിരെ ഓർത്തഡോക്സ് സഭ ഉന്നയിക്കുന്നത്. യാക്കോബായക്ക് ഓർത്തഡോക്സ് സഭയുടെ പള്ളികൾ അവർ യാക്കോബായക്കാർ ഇപ്പോഴും തുടരുന്നു. അത് സർക്കാരിൻ്റെ മൗനാനുവാദമുണ്ട്. സർക്കാർ നാടകം കളിക്കുകയാണ്. സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിൽ സർക്കാരിന് വലിയ താല്പര്യമൊന്നുമില്ല എന്ന അർത്ഥത്തിലാണ് ഇപ്പോൾ ഭദ്രാസനാധിപൻ പ്രതികരിച്ചിരിക്കുന്നത്. സുനിഷ അയ്യല്ലൂർ, എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഭദ്രാസനാധിപൻ പറയുന്നത്? അരുൺ, അതുതന്നെയാണ്. പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി കഴിഞ്ഞ ദിവസമാണ് സർക്കാരിന് വീണ്ടും ഒരു സാവകാശം കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഏതായാലും വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുന്നത് ഓർത്തഡോക്സ് സഭ. ഏതായാലും ഈ പറഞ്ഞതുപോലെ സർക്കാർ ഈ നാടകം ആവർത്തിക്കുകയാണ് എന്നതാണ്. നേരത്തെ സുപ്രീം കോടതി വിധി ഉണ്ടായിട്ട് പോലും അത് നടപ്പാക്കുന്നതിൽ സർക്കാർ കാലതാമസം വരുത്തുന്നത് അത് ആവർത്തിക്കുന്ന നാടകത്തിന്റെ ഭാഗം തന്നെയാണ് എന്നതാണ് ഇദ്ദേഹം ഭദ്രാസനാധിപൻ യൂഹന്നോൻ മാർ ദിയോസ്കോറസ് നമ്മളോട് പ്രതികരിച്ചപ്പോഴും പറഞ്ഞിരുന്നത്. പ്രധാനമായും ചില കാര്യങ്ങൾ, അതായത് ഓർത്തഡോക്സ് സഭയെ സർക്കാർ മാറ്റി നിർത്തുന്ന ഒരു സമീപനമാണ് തുടക്കം മുതൽ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് പറയുന്നത്. കാരണം നമ്മൾ തന്നെ കണ്ടതാണ്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം യാക്കോബായ സഭ സർക്കാരിന് പൂർണ്ണ പിന്തുണയുമായി, LDFന് പൂർണ്ണ പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നു. അതേസമയം തന്നെ മുഖ്യമന്ത്രി അടക്കം പല വേദികളിലും യാക്കോബായ സഭയെ പ്രശംസിച്ചുകൊണ്ടടക്കം രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇതൊക്കെ തന്നെ പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ അവരെ അതായത് ഒരു കൂട്ടം ആളുകളെ മാത്രം പ്രീതിപ്പെടുത്താനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ എന്ന തോന്നുന്ന രീതിയിലാണ് നിലവിലെ നടപടികൾ എന്നത് തന്നെയാണ് ഈ പറയുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ നേരത്തെ അടക്കം ഈ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രിക്ക് ഓർത്തഡോക്സ് സഭ നൽകിയിരുന്നു. പല പ്രപ്പോസലുകൾ നൽകിയിട്ട് പോലും ഒരു ഔദ്യോഗിക മറുപടി നൽകാൻ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നൊരു ആരോപണം കൂടി വരുന്നുണ്ട്. ഈ പറയുന്നത് പോലെ വോട്ട് ലക്ഷ്യം വെച്ചാണോ ഇത്തരത്തിലുള്ള നീക്കം എന്നതും അദ്ദേഹം പറയുകയും ചെയ്തു. പക്ഷേ അതേസമയം തന്നെ ഓർത്തഡോക്സ് സഭ ഒരു കാലത്തും ആർക്കാണ് പിന്തുണ നൽകുക എന്നത് ഒരു കാലത്തും പറഞ്ഞിട്ടില്ല, അതിനിയും പറയുകയില്ല. പക്ഷേ യാക്കോബായ സഭ അത് പറയുന്നുണ്ടെങ്കിൽ ആ ബൂത്ത് തലത്തിൽ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, അപ്പോൾ ബൂത്ത് തലത്തിൽ പോയി പരിശോധിക്കാം ആ വോട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യവും പറയുന്നു. അങ്ങനെ ഒരു കൂട്ടർ ഈ സർക്കാരിനെ ഇത്തരത്തിൽ പറ്റിക്കുന്ന ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതൊരു നാടകത്തിന്റെ ഭാഗമാണ്. ഈ പള്ളികളിലുള്ളവരല്ല ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കുന്നത്. അത് അറിഞ്ഞിട്ടും സർക്കാർ ഇതിന് കൂട്ടുപിടിക്കുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒപ്പം തന്നെ ഏതായാലും സർക്കാരിന് സാവകാശം കൊടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കോടതിയുടെ നടപടികൾ അനുസരിച്ചായിരിക്കും തുടർ നീക്കങ്ങൾ ഓർത്തഡോക്സ് സഭ തീരുമാനിക്കുക എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. താങ്ക് യു സുനിഷ അയ്യല്ലൂർ. സർക്കാരിനെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഓർത്തഡോക്സ് സഭ.